ഗേൾസിന് പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാറുണ്ട്. ഗേൾസിന് 125cc ടാസ്ക് ആണ്. അതുകൊണ്ട് പ്ലഷർ, ആക്റ്റീവ പോലുള്ള വാഹനങ്ങളാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ആ ഒരു ABS-ന്റെ സെൻസറാണ് നിങ്ങൾ ഈ ഒരു റൗണ്ട് കാണുന്നത്. ABS-ന്റെ സെൻസറാണ്. അതുകൂടാതെ തന്നെ ഇതിലൊരു മാറ്റം വരുന്നത് നമുക്ക് കിക്കർ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള മോഡൽസിലൊക്കെ കിക്കർ വരുമ്പോൾ ABS മോഡലിൽ നമുക്ക് കിക്കർ ഉണ്ടായിരിക്കില്ല. ബോഡി കളർ മാറുന്നതിനനുസരിച്ച് അലോയ്സിൻ്റെ കളറും ഫുട്ബോളിൻ്റെ കളറും സീറ്റുകളുടെ കളറും ഒക്കെ മാറ്റിയിട്ട് ആ ഒരു ആസ്തറ്റിക് വാല്യൂ നിലനിർത്തുന്ന രൂപത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഒരു മാറ്റ് ബ്ലൂ കളറാണ്. ബേസ് വേരിയന്റ് എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ പരീക്ഷിക്കാമെന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു 8000 രൂപ അധികം കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കളർ ഓപ്ഷൻ കൂടി കൂടുതൽ ലഭിക്കും. ഇതിൽ 3 കളറാണ് ബേസിൽ കിട്ടിയിരുന്നെങ്കിൽ സെക്കൻഡ് വേരിയന്റിലേക്ക് പോകുമ്പോൾ റോഡിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒരു മോഡലാണിത്. എൻ്റെ കൂടെ ഉള്ളത് സുസുക്കിയുടെ ആക്സസ് എന്ന് പറയുന്ന 125cc സ്കൂട്ടർ. അതായത് ന്യൂജൻ ആളുകളുടെ ഇടയിൽ, അത് ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ, ആക്സസ് വിട്ട് ഒരു കളിയില്ല എന്നുള്ളതാണ്. അതിന് പ്രധാന കുറച്ച് പോയിന്റ്സ് വരുന്നത്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ട് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത്, അതായത് 18 വർഷമായിട്ട് 19 വർഷമായിട്ടൊക്കെ മാർക്കറ്റിൽ ഉള്ളൊരു മോഡലാണ് ആക്സസ്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷം 2025 ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് ഇത്രയധികം പോപ്പുലർ ആയത് എന്ന് പറയാം. അതായത് ഇന്ത്യയിലെ ഒരു ഡീലർ ഒരു മാസം 2000-ന് മുകളിൽ സ്കൂട്ടർ വിറ്റിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ നിലവിൽ അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് ഒക്കെ വരുന്നുണ്ട്. അത്രയധികം ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയധികം ആളുകൾ ചൂസ് ചെയ്യുന്നതുകൊണ്ട് സുസുക്കി ഇതിനൊരു കോംപ്ലിമെൻ്റ് കൂടി കൊടുത്ത് വേണ്ട വ്യത്യാസങ്ങൾ കളേഴ്സിലും അതുപോലെ ഫീച്ചേഴ്സിലും മാറ്റം വരുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ABS-ഓട് കൂടിയിട്ടാണ് ആക്സസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു മാസ് പ്രൊഡക്ഷൻ സ്കൂട്ടറുകളിൽ ABS വരുന്നത് ആദ്യമായിട്ടാണ്. പെർഫോമൻസ് വേരിയൻറ്റിലും ആ ലെവലിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാസ് പ്രൊഡക്ഷനിൽ വരുന്ന ഒരു സ്കൂട്ടറിന് ആദ്യമായിട്ടാണ് ABS വരുന്നത്. ഏകദേശം 1,27,000 രൂപയാണ് ഒരു ഓൺ റോഡ് പ്രൈസ് ഇതിൻ്റെ വരുന്നത്. നമുക്ക് എല്ലാ വേരിയൻ്റ് വ്യത്യാസങ്ങളും ഓൺ റോഡ് പ്രൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൽ നമുക്ക് നിരവധി മോഡൽസ് ഏകദേശം 5 രൂപത്തിൽ നമുക്ക് ആക്സസ് വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. ഏകദേശം 7ഓളം കളേഴ്സ് ഡിഫറെൻറ്റ് വേരിയൻസിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏത് വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കൺഫ്യൂഷനൊക്കെ പലർക്കും ഉണ്ടാവും. അതൊക്കെ നമുക്ക് ആ സംശയമൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് തീർക്കാം. ആദ്യം തന്നെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ഒരു മാറ്റ് ബ്ലൂ കളറാണ്. ബേസ് വേരിയൻ്റ് എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ പരീക്ഷിക്കാമെന്നുള്ളതാണ്. 1,02,000 രൂപ ഓൺ റോഡ് വിലക്ക് നിങ്ങൾക്ക് ആക്സസിൻ്റെ ബേസ് വേരിയൻറ്റ് കിട്ടും. ഇത് പക്ഷേ 3 കളേഴ്സിലേ കിട്ടുള്ളൂ. ഒന്ന് ഈ ഒരു മാറ്റ് ബ്ലൂ, പിന്നെ മാറ്റ് ബ്ലാക്ക്, വൈറ്റ്, ഇങ്ങനെ 3 കളേഴ്സിലാണ് കിട്ടുക. ഇതിൽ പ്രധാന വ്യത്യാസങ്ങൾ വരുന്നത് അലോയ്സ് ഉണ്ടായിരിക്കില്ല, ഡ്രം വീലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ നമ്മൾ സാധാരണ സ്കൂട്ടറും ബൈക്കുകളിലും കാണുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. നമുക്ക് ക്രോം മിറർ ഉണ്ടായിരിക്കില്ല. പിന്നെ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ അനലോഗ് ആയിരിക്കും, നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇതിൻ്റെ മുകളിലെ വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചാർജർ ഉണ്ടായിരിക്കും, അതും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഈ 3 മാറ്റങ്ങളാണ് നമുക്ക് നോർമലി മറ്റുള്ള വേരിയൻറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. സോ അതൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൺസേൺ ഉണ്ടെങ്കിൽ ഇതെടുത്താലും അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ എന്താ വെച്ചാൽ 107 കിലോഗ്രാമാണ് ഇതിന് ഭാരം വരുന്നത്. സോ നമ്മൾ പണ്ടൊക്കെ റിവ്യൂ വീഡിയോ പറയുന്നവരൊക്കെ പറയാറുണ്ട് 125cc ആണ്, പവർ കൂടുതലാണ്, അതുകൊണ്ട് ബിഗിനേഴ്സിന് പറ്റില്ല, ലേഡീസിന് പറ്റില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഞാനിപ്പോൾ റോഡിൽ കാണുന്ന ഏറ്റവും അധികം ലേഡീസ് ആക്സസ് കൊണ്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എവിടെയും കണക്റ്റഡ് ആയിട്ട് വരുന്നില്ല. എന്തായാലും ഒരു 100-107 കിലോ ഭാരമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റൈഡേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു 125cc ആണെങ്കിൽ അത്യാവശ്യം ഒരു ഇനീഷ്യൽ പവർ കാര്യങ്ങളൊക്കെ തരുന്ന വണ്ടിയാണ് ആക്സസ് എന്ന് പറഞ്ഞാൽ. എന്നാലും അതും മാനേജ് ചെയ്യാനായിട്ട് ഇപ്പോൾ പഠിച്ചിറക്കുന്നവർക്ക് തന്നെ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതൊന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. ഒരു പണ്ടത്തെ പരിപാടി എങ്ങനെയായിരുന്നു വെച്ചാൽ പഠിച്ചിറങ്ങിയവർക്ക് അല്ലെങ്കിൽ ഗേൾസിന് പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാറുണ്ട്. ഗേൾസിന് 125cc ടാസ്ക് ആണ്. അതുകൊണ്ട് പ്ലഷർ, ആക്റ്റീവ പോലുള്ള വാഹനങ്ങളാണ് എല്ലാവരും ചൂസ് ചെയ്തിരുന്നത്. ആക്സസിനെ മാറ്റി നിർത്തതിൻ്റെ പ്രധാന കാരണം അതാണ്. 125 ആകുമ്പോൾ പവർ കൂടുതലാണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വരുന്നില്ല എന്നുള്ളതാണ്. 125cc ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. ഇനി ആ ഒരു ബേസ് വേരിയൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 8000 രൂപ അധികം കൊടുക്കാനുണ്ടെങ്കിൽ 1,09,000 രൂപ ഓൺ റോഡ് വിലയിൽ സെക്കൻഡ് വേരിയൻറ്റ് സ്പെഷ്യൽ എഡിഷൻ എന്നാണ് ഇതിനെ കമ്പനി പറയുന്നത്. അത് ആക്സസിൻ്റെ സ്പെഷ്യൽ എഡിഷൻ. ഇതിലേക്ക് വരുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മാറ്റം അലോയ് വിത്ത് ഡിസ്ക് ബ്രേക്കോട് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ടയർ സൈസിലൊന്നും ഒരു വേരിയൻറ്റിൽ മാറ്റമുണ്ടോ. ഫ്രണ്ടിൽ 12 ഇഞ്ചാണ്, പുറകിൽ 10 ഇഞ്ചാണ്. അത് എല്ലാ വേരിയൻറ്റിലും അങ്ങനെ തന്നെയാണ്. അലോയ് വീൽ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് ഡിസ്പ്ലേയിലെ കാര്യങ്ങളിലൊന്നും മാറ്റം വരുന്നില്ല. പകരം നമുക്ക് ഒരു USB ചാർജിങ് പോർട്ട് ഈ രണ്ടാമത്തെ വേരിയൻറ്റ് പോലും ലഭിക്കുന്നുണ്ട്. സോ 8000 രൂപയ്ക്ക് പ്രധാന മാറ്റങ്ങൾ USB ചാർജർ വന്നു, നമുക്ക് മുന്നിൽ ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ അലോയ് വീൽസും വന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു 8000 രൂപ അധികം കൊടുക്കുമ്പോൾ നമുക്കൊരു കളർ ഓപ്ഷൻ കൂടി കൂടുതൽ ലഭിക്കും. ഇതിൽ 3 കളറാണ് ബേസിൽ കിട്ടിയിരുന്നെങ്കിൽ സെക്കൻഡ് വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ 4 കളറായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. നോർമലി വൈറ്റ്, ബ്ലൂ, ബ്ലാക്കിനൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് വന്നാൽ ഐസ് ഗ്രീൻ എന്ന് പറയുന്ന, അതായത് ഈ കളർ ഉണ്ടല്ലോ, എനിക്ക് ആക്സസിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു രണ്ടാമത്തെ വേരിയൻറ്റ് 1,09,000 രൂപ വില കൊടുക്കുമ്പോൾ കിട്ടുന്ന മോഡൽ മുതലാണ് ആ ഒരു കളർ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുക. ബേസ് വേരിയൻറ്റിൽ കളർ ലഭിക്കില്ല. ഇതാണ് ഇവിടെ വരുന്ന ഒരു മാറ്റം. ബാക്കി ഇപ്പോൾ ഇതിന് പറയുകയാണെങ്കിൽ LED ഹെഡ് ലാമ്പ്, LED DRL വരുന്നുണ്ട്. ബ്രേക്ക് ലൈറ്റ് LED ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെൻഡറൊക്കെ ഇവിടെ
മെറ്റലാണ്. ഇനി അത്യാവശ്യം ഒന്ന് തട്ടിയാലും മുട്ടിയാലും ഒന്നും വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് വരുന്നത് ജസ്റ്റ് കീ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ആവുന്ന രൂപത്തിൽ സീറ്റാ തുറന്ന് ഈ രൂപത്തിൽ നമുക്ക് എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ്, അതായത് ബാക്കിൽ ആളിരിക്കുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പം വരുന്നില്ല. അതുപോലെ സ്റ്റോറേജ് ഏരിയ അത്യാവശ്യം വരുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ നമുക്ക് ഫുള്ളായിട്ട് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്റ്റോറേജ് ഏരിയ, അതൊക്കെ സ്റ്റാൻഡേർഡാണ്. ഇതൊന്നും നമുക്ക് ഓരോ വേരിയൻ്റ് അനുസരിച്ച് വ്യത്യാസം വരുന്നില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഇത് ഏറ്റവും അധികം ഇപ്പോൾ ആളുകൾ ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇതിൻ്റെ സുസുക്കി സെറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണ്. അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആസ്തെറ്റിക് എന്നുള്ളൊരു സാധനം നിൽക്കുന്നൊരു ട്രെൻഡായി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് ഒറ്റ നോട്ടിൽ കാണുന്ന കോമ്പിനേഷൻ അല്ല. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യാത്തൊരു പ്രത്യേകത കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അലോയ് വീല് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ഫുട്ബോളിൻ്റെ ഏരിയയുടെ ഒക്കെ കളർ ഒരു ഗ്രേ ഫിനിഷ് ആണ് വന്നിട്ടുള്ളത്. നേരെ മറിച്ച് നമുക്ക് ഇവിടെ ഈ ഒരു ഐസ് ഗ്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ അലോയ് വീൽ സിൽവർ കളറാണ് വന്നിട്ടുള്ളത്. ഈ ഫുട്ബോളിൻ്റെ ഏരിയ ഒക്കെ നമുക്കൊരു ബീച്ച് കളറാണ് നമുക്ക് ഫുട്ബോളിൻ്റെ ഏരിയ വന്നിട്ടുള്ളത്. സോ അത്തരത്തിൽ ബോഡി കളർ മാറുന്നതിനനുസരിച്ച് അലോയ്സിൻ്റെ കളറും ഫുട്ബോളിൻ്റെ കളറും സീറ്റുകളുടെ കളറും ഒക്കെ മാറ്റിയിട്ട് ആ ഒരു ആസ്തെറ്റിക് വാല്യൂ നിലനിർത്തുന്ന രൂപത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു ഷോറൂമിലേക്ക് കയറി ചെന്ന് ആക്സസ് സെലക്ട് ചെയ്യാൻ ആർക്കും ഏത് കളർ വേണമെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു കളർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതും മറ്റൊരു കാര്യമായിട്ട് പറയാം. ഇനി ഈ രണ്ടാമത്തെ വേരിയൻറ്റിൽ നിന്നും മൂന്നാമത്തെ വേരിയൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാന മാറ്റം ലുക്സിൽ എവിടെ മാറ്റം വരുന്നില്ല. A to Z നമ്മൾ ഈ സെക്കൻഡ് വേരിയൻറ്റ് തന്നെയാണ്. സോ നിങ്ങൾ ബഡ്ജറ്റ് 1,10,000 ഉള്ളിലാണ് നോക്കുന്നതെങ്കിൽ ഇതെടുത്താൽ മതി. ആകെ ഡിസ്പ്ലേ അനലോഗ് ആണെന്നുള്ള മാത്രം ഒരു വ്യത്യാസം വരുന്നുള്ളൂ. വേറെ ലുക്കിലൊന്നും ഒരു ചേഞ്ചും നിങ്ങൾക്ക് വരുന്നില്ല. അത്യാവശ്യം 4 കളർ ഓപ്ഷനും കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് വരുമ്പോൾ 1,13,500 രൂപ, അതായത് 4,500 രൂപ ഇതിനേക്കായി കൂടുതൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് 5 കളറായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന കളർ കൂടാതെ ഒരു ബീച്ച് കളർ കൂടി, ബീച്ച് നമുക്ക് അധികം ഞാൻ റോഡിൽ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് ഈ കളറിലും ടോപ്പിലും മാത്രം കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. കാണാനും ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്ര വലിയ എയിമായിട്ടൊന്നും തോന്നിയില്ല. എന്തായാലും അങ്ങനെ മൊത്തം 5 കളേഴ്സ് കിട്ടുന്നുണ്ട്. മാത്രമല്ല TFT ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട്. TFT അല്ല, നോർമൽ ഒരു ബ്ലൂടൂത്ത് കണക്ഷനുള്ള ഒരു കളർ അല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു 4,500 രൂപ എക്സ്ട്രാ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉപയോഗം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീച്ച് കളറിൻ്റെ ഒരു കോമ്പിനേഷനും കൂടി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അവിടുന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും ഹൈ എൻഡ് വാഹനം പറയാനുള്ളത്. അതിൽ TFT ഡിസ്പ്ലേ ആവും. അതായത് ഇപ്പോൾ ഇതിലേക്ക് വരണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ഡിസ്പ്ലേ ആവുന്നുണ്ട്. അത് നമ്മൾ സ്കൂട്ടറുകൾ സാധാരണ ഉപയോഗിക്കുക ചെറിയ ഓട്ടങ്ങൾക്ക്. നമ്മളിപ്പോൾ ഇതെടുത്ത് ലഡാക്കൊന്നും പോകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അറിയാത്ത നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലത്തേക്കൊന്നും ആരും അങ്ങനെ ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഇതെടുക്കുന്ന ആളുകൾ മാപ്പൊന്നും ഇട്ടിട്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ മാപ്പ് ഇട്ട്, അത് 10x10 നാവിഗേഷൻ, അല്ലാതെ നമ്മൾ നോർമൽ മാപ്പ് നോക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതൊക്കെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം. 10x10 നാവിഗേഷനൊക്കെ അത്യാവശ്യം യൂസ് ചെയ്താലാണ് നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഡിസിഷനൊക്കെ എടുത്ത് തീരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് ആവശ്യമില്ല. ഇതിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 1,13,500 കൊടുത്തിട്ട് ബ്ലൂടൂത്ത് കണക്ഷനുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേയിലേക്ക് പോകാം. അതിന് മുകളിലേക്ക് 1,18,000 രൂപയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിൻ്റെ നോർമൽ വാഹനത്തിൻ്റെ വില. അതിലേക്ക് പോകുമ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. 5 കളർ ഓപ്ഷൻ തന്നെയാണ് കിട്ടുക. അതിൽ ആ ബീച്ച് കട്ടാവും, പകരം നമുക്കൊരു അക്വ സിൽവർ എന്ന് പറഞ്ഞിട്ടൊരു കളർ ആഡ് ആവുന്നുണ്ട്. അതും നൈസ് കളറാണ് കേട്ടോ. ഞാൻ അധികം റോഡിൽ കാണാത്തതാണ്, ടോപ്പിൽ കിട്ടുന്നതുകൊണ്ടായിരിക്കണം ആ രൂപത്തിൽ അധികം ആൾക്കാർ എടുക്കാത്തത്. എന്തായാലും അടിപൊളി കളറാണ് വന്നുള്ളത്, ഒരു വൈബ്രൻറ്റ് കളറാണ്. ഇതിലേക്ക് വരുമ്പോൾ സെയിം ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. പക്ഷേ ഇതിൽ ഡിസ്പ്ലേ മാറിയിട്ട് നമുക്കൊരു TFT ഡിസ്പ്ലേ ആവും, അതായത് കളർ ഡിസ്പ്ലേ ആവും. നമ്മൾ മറ്റേതിൽ മൊത്തം വായിച്ചെടുക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ ഇതിൽ കണ്ടോ ഇത്തരത്തിലുള്ള കളേഴ്സ് ആഡ് ആവുന്നുണ്ട്. പണ്ടത്തെ ആളുകൾക്ക് കാര്യം, പണ്ടത്തെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ എടുക്കുന്ന ഒരു പുതിയ ആളുകളായതുകൊണ്ട്. എന്തായാലും പണ്ടെന്ന് പറഞ്ഞാൽ നോക്കിയയുടെ ഫോണുകൾ ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഒരു മോഡലിന് തന്നെ നമുക്ക് ഒരു ചെറിയ മോഡൽ നെയിം ചേഞ്ച് ചെയ്തിട്ട് അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ഉള്ളതും കളർ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഇറക്കാറുണ്ട്. പണ്ടത്തെ കഥയാണ്. അപ്പോൾ അതുപോലുള്ള ഒരു മാറ്റം മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. 5,000 രൂപ അധികം കൊടുക്കുക വേണം. ഈ 4 രൂപത്തിലാണ് നമുക്ക് നോർമലി ആക്സസ് വാങ്ങാനായിട്ട് പറ്റുക. അതിലേക്കാണ് ഇപ്പോൾ ടോപ്പിലെ 2 വേരിയൻറ്റ്. അതായത് നമ്മളിപ്പോൾ 2 സംസാരിച്ചു, 1,13,000-നും 1,18,000-നും വണ്ടികളെ കുറിച്ച് സംസാരിച്ചില്ലേ, അതിലേക്ക് ABS കൂടി ആഡായി എന്നുള്ളതാണ്. സോ നമുക്ക് ഓൾറെഡി ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതിലിപ്പോൾ ആ ഒരു ABSൻ്റെ സെൻസറാണ് നിങ്ങൾ ഈ ഒരു റൗണ്ട് കാണുന്നത്, ABSൻ്റെ സെൻസറാണ്. അതുകൂടാതെ തന്നെ ഇതിലൊരു മാറ്റം വരുന്നത് നമുക്ക് കിക്കർ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള മോഡൽസിലൊക്കെ കിക്കർ വരുമ്പോൾ ABS മോഡലിൽ നമുക്ക് കിക്കർ ഉണ്ടായിരിക്കില്ല. അതിന് പ്രധാന റീസൺ എന്താ വെച്ചാൽ ബാറ്ററി ഡൗൺ ആയിരിക്കുമ്പോൾ ABS സെൻസർ വർക്ക് ആവില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ എടുത്ത് അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിക്കർ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ബാറ്ററി ഡൗൺ ആണെങ്കിൽ നമ്മൾ കിക്കറൊക്കെ അടിച്ച് ഓടിക്കുന്ന സമയത്ത് ABS സെൻസ് ചെയ്യില്ല, അത് വർക്കാവില്ല, പ്രോപ്പറായി വർക്കാവില്ല. സോ വല്ല ബ്രേക്ക് ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഓടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കിക്കർ ഒഴിവാക്കിയിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 2 വേരിയൻറ്റില്ല, അതായത് ടോപ്പത്തെ 2 വേരിയൻറ്റിലും നേരത്തെ പറഞ്ഞ പോലെ
സാധാ ഫീച്ചേഴ്സ് ഉള്ളതും അതിനോടൊപ്പം ABS ഉള്ളതും വാങ്ങാനായിട്ട് പറ്റും. വാങ്ങുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 1,27,000 രൂപയാണ് വരുന്നത്. നമ്മൾ ഈ കാണുന്ന വേരിയൻ്റ് അതാണ് കേട്ടോ. അതായത് കളർ ഡിസ്പ്ലേ, നാവിഗേഷൻ, ബ്ലൂടൂത്ത് ഒക്കെ ഉള്ള ആ ഒരു വേരിയൻറ്റിൽ ABS കൂടി ആടാകുമ്പോൾ ഏകദേശം 9,000 രൂപയാണ് നോർമൽ നിന്നും അധികം കൊടുക്കേണ്ടത് ABSന് വേണ്ടിയിട്ട്. അതിന് താഴെയുള്ള നമ്മുടെ കളർ ഡിസ്പ്ലേ അല്ലാത്തതിൽ ABS കിട്ടണമെന്നുണ്ടെങ്കിൽ 1,18,000 രൂപയാണ്. അത് അത്യാവശ്യം വർത്താണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ABS വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയൻ്റ് എടുത്താലും മതി എന്നുള്ളതാണ്. അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ കളേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ആദ്യമായിട്ട്, കാരണം ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ അതിൽ ഇത്രയധികം മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ABS പോലുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു കാര്യമാണെന്ന് തന്നെ പറയാനുള്ളത്. ഓൾറെഡി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള വാഹനമാണ്. പിന്നെ നമുക്ക് ഇറക്കത്തിലൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഒരു പാർക്കിംഗ് ബ്രേക്ക് നമ്മുടെ സുസുക്കി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം 160 മില്ലിമീറ്റർ ഒക്കെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ അടി തട്ടുന്ന പ്രശ്നം വരില്ല. ഒരു 830 മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റ് ഉണ്ട്. സോ അത്യാവശ്യം ഒരു 5-6 ഉള്ളവർക്ക് മുതൽ 5-5ൻ്റെ മേലേക്ക്, 5-5 ടാസ്ക് ആയിരിക്കും, 5-6 ടു മേലേക്കൊക്കെ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ചിലവർക്ക് കാലെത്താത്ത ഒരു 5-6 ഉള്ളവർക്കൊക്കെ ഒരു ഇങ്ങനെയൊക്കെ ഒരു ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാലും മാനേജ് ചെയ്യാവുന്ന വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിൽ കുറവാണ്, മൈലേജ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആക്സിനെ പോപ്പുലർ ആക്കുന്ന കാര്യങ്ങളാണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ കമ്പനി പറയുന്നത് കുറച്ചേ കുടിക്കും എന്നുള്ളതാണ്. എന്തായാലും ആവറേജ് ഒരു 50ൻ്റെ അടുത്ത് എങ്ങനെ പൊളിച്ചു ഓടിച്ചാലും നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണെന്ന് പറയാം. ഇനി എല്ലാം 3,500 കിലോമീറ്ററിലാണ് ഇതിൻ്റെ പീരിയോഡിക് സർവീസ് വരേണ്ടത്. ഏകദേശം തുടക്കത്തിൽ നമുക്ക് ഫ്രീ സർവീസ് ഉണ്ട്, അപ്പോൾ 300 രൂപ ബില്ല് വരുള്ളൂ. അത് കഴിഞ്ഞാലും 1000-നകത്ത് 900 സംതിങ് റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സർവീസിന് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത്, വാങ്ങുന്ന സമയത്താണെങ്കിലും ഓണർഷിപ്പിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ വാല്യൂ ഫോർ മണി ആയിട്ട് വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. ഇഷ്ടപ്പെട്ട അടിപൊളി ഓപ്ഷൻസ് കളേഴ്സും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ കൂട്ടത്തിൽ ആക്സസ് എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ്, കളറിൻ്റെ ആണോ, പ്രൈസിൻ്റെ ആണോ, ഫീച്ചേഴ്സിൻ്റെ ആണോ, ഓടിക്കാനുള്ള സുഖം കൊണ്ടാണ്, എന്തുകൊണ്ടാണ് ആൾ ഈ വാഹനം എടുത്തുള്ളതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാഹനം ഒന്ന് കാണണമെന്നുണ്ടെങ്കിലും പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിലും ഫിനാൻസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.